യെശയ്യാ അധ്യായം 41. ദ്വീപുകളെ എൻ്റെ മുമ്പിൽ മിണ്ടാതിരിക്കും, ജാതികൾ ശക്തിയെ പുതുക്കട്ടെ, അവർ അടുത്തു വന്ന് സംസാരിക്കട്ടെ. നാം തമ്മിൽ ന്യായവധം ചെയ്യുന്നതിന് അടുത്ത് വരിക. ചെല്ലുന്നവർക്കൊക്കെ നീതി എതിരേൽക്കുന്നവനെ കിഴക്കുവെന്ന് ഉണർത്തിയതാ. അവൻ ജാതികളെ അവൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ രാജാക്കന്മാരുടെ മേൽ വാഴുമാറാക്കുകയും ചെയ്യുന്നു. അവർ വാളിനെ അവൻ പൊടി പോലെയും അവർ വില്ലിനെ പാറിപ്പോകുന്ന താളിൻ്റെ പോലെ ആക്കി കളയുന്നു. അവൻ അവരെ പിന്തുടർന്ന് പേനായി കടന്നു ചെല്ലുന്നു. പാതയിൽ കാൽ വെച്ചല്ല അവൻ പോകുന്നത്. ആർ അത് പ്രവർത്തിക്കുകയും മനുഷ്യക്കുകയും ചെയ്തു. ആദ്യമുള്ള തലമുറകളെ വിളിച്ചുകൊണ്ട് യഹോവയെ ഞാൻ ആദ്യനും അന്യന്മാരോടുകൂടെ അനന്യനുമാകുന്നു. ദ്വീപുകൾ കണ്ട് ഭയപ്പെട്ടു, ഭൂമിയുടെ അടുത്തുകൾ കുറച്ചു. അവർ ഒന്നിച്ചു കൂടി അടുത്ത് വന്നു. അവർ അന്യോന്യം സഹായിച്ചു. ഒരുത്തൻ മറ്റവനോട് ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെ ആശാരി തട്ടാനെയും കൊല്ലൻ കൂടം തല്ലുന്നവനെയും ധൈര്യപ്പെടുത്തി. കൂട്ടുവിളിക്കുന്നതിന് ചേലായി എന്ന് പറഞ്ഞു. വിലകാതെ ഇരിക്കേണ്ടതിന് അവനതിനെ ആടികൊണ്ട് ഉറപ്പിക്കുന്നു. നീയോ എൻ്റെ ദാസനായ ഇസ്രായേൽ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നിടുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാവുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ചില്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണിക്കില്ലതാണ്. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാശിത്വവും ഇല്ലായ്മയും പോലെയാകും. നിൻ്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിൻ്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. കുരുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിൻ്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടി ആക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർപോലെ ആക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചു ലസിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ പുകഴും. എളിയവരും ദരിദ്രരുമായവർ വെള്ളം തെളിഞ്ഞു നടക്കുന്നു. ഒട്ടും കിട്ടായിയാൽ അവർ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. യഹോവയായി ഞാൻ അവർക്ക് ഉത്തരം അരുളും. ഇസ്രായേലിൻ്റെ ദൈവമായി ഞാൻ അവരെ കൈവിടുകയില്ല. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയിൽ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, ഗദനമരം, കൊഴുന്ത്, ഒലിവുവൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സർവ്വവൃക്ഷവും പൈൻ മരവും പുണ്യം വെച്ച് പിടിപ്പിക്കും. യഹോവയുടെ കൈ അത് ചെയ്തുവെന്നും ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ അത് സൃഷ്ടിച്ചുവെന്നും അവരെല്ലാവരും കണ്ട് അറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടത് തന്നെ. നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുമെന്ന് യഹോവ കൽപ്പിക്കുന്നു. നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പിക്കുമെന്ന് യാക്കോബിൻ്റെ രാജാവ് കൽപ്പിക്കുന്നു. സംഭവിക്കാനുള്ളത് അവർ കാണിച്ച് നമ്മോട് പ്രസ്താവിക്കട്ടെ. നാം വിചാരിച്ച് അതിൻ്റെ അവസാനം അറിയേണ്ടതിന് ആദ്യ കാരണങ്ങൾ ഇന്നിവയെന്ന് അവർ പ്രസ്താവിക്കട്ടെ. അല്ലെങ്കിൽ സംഭവിക്കാനുള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ. നിങ്ങൾ ദേവന്മാർ എന്ന് ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിപ്പിൻ. ഞങ്ങൾ കണ്ടു വിസ്മയിക്കേണ്ടതിന് നന്മയെങ്കിലും തിന്മയെങ്കിലും പ്രവർത്തിപ്പിൻ. നിങ്ങളുടെ പ്രവൃത്തി നാസ്തിയുമാവുന്നു. നിങ്ങളെ ഭരിക്കുന്നവർ കുത്സിതനത്രേ. ഞാൻ ഒരുത്തനെ വടക്കുന്ന് എഴുന്നേൽപ്പിച്ചു, അവൻ വന്നിരിക്കുന്നു. സൂര്യോദയത്തിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ എൻ്റെ നാമത്തെ ആരാധിക്കും. അവൻ വന്ന് ചെളിയെപ്പോലെയും കുശവൻ കളിമണ്ണ് ചവിട്ടുന്നത് പോലെയും ദേശാധിപതികളെ ചവിട്ടും. ഞങ്ങൾ അറിയേണ്ടതിന് ആദ്യം മുതലും അവൻ നീതിമാൻ എന്ന് ഞങ്ങൾ പറയേണ്ടതിന് പണ്ടേയും ആർ പ്രസ്താവിച്ചിട്ടുള്ളൂ. പ്രസ്താവിക്കാനോ കാണിച്ചു തരുവാനോ നിങ്ങളുടെ വാക്ക് കേൾപ്പാനോ ആരുമില്ല. ഞാൻ ആദ്യനായി സിയോനോട് ഇതാ അവർ വരുന്നുവെന്ന് പറയുന്നു. യെരൂശലേമിന് ഞാൻ ഒരു സുവാർത്ത ദൂതനെ കൊടുക്കുന്നു. ഞാൻ നോക്കിയാർ ഒരുത്തനുമില്ല, ഞാൻ ചോദിച്ചാർ ഉത്തരം പറവാൻ അവരിൽ ഒരു ആലോചനക്കാരനുമില്ല. അവരെല്ലാവരും വ്യാജമാവുന്നു, അവരുടെ പ്രവൃത്തികൾ നാസ്തിയത്രേ. അവരുടെ വിഗ്രഹങ്ങൾ കാറ്റും ശൂന്യവും തന്നെ.